ആപ്കി അദാലത്തിൽ സോണു നിഗത്തിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരെയും കളിയാക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. താങ്കൾ ഏത് സ്റ്റേജ് ആണെങ്കിലും ആദ്യം തുടങ്ങുന്നത് ഉദിത് നാരായണനെ കളിയാക്കിക്കൊണ്ടാണ്. കുമാർ സാനുവിനെയും കളിയാക്കാറുണ്ട്. ഒരാളെയും വിടാറില്ല. ഈ ആൻസർ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. നിങ്ങൾക്കിത് തോന്നുന്നുണ്ടോ ജോണി ലിവർ സാറ് ദിലീപ് കുമാർ സാറിനെ കളിയാക്കുമെന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല സാർ. ഇല്ലെങ്കിൽ അദ്ദേഹം ജോണി വാക്കറിനെ കളിയാക്കുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം മനോജ് കുമാർ സാറിനാണോ കളിയാക്കുന്നത്? എന്നെ സംബന്ധിച്ച് ഇംപേഴ്സണേഷൻ, മിമിക്രി ഒരു കലയാണ്. പിന്നെ നിങ്ങളുടെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാലേ നിങ്ങൾക്ക് അദ്ദേഹത്തെ നിങ്ങൾക്ക് അവരെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കിട്ടുന്നത്. എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുന്നത് അത്ര പോസിബിളുള്ള കാര്യമല്ല. ചിലർ വളരെ വ്യത്യസ്തമായിരിക്കും, ചിലർ ഒരുപാട് ഡിഫറൻ്റ് ആയിരിക്കും. ചിലരുടെ സ്റ്റൈൽ എടുക്കുന്ന സമയത്ത് അത് എളുപ്പമായിരിക്കാം. നിങ്ങൾ ഉദിത് സാറിനെ കുറിച്ച് പറഞ്ഞു. ഉദിത് സാർ, ഷാനു, അവർ രണ്ടുപേരുടെ എതിരിൽ തന്നെ ഞാൻ അവരെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു. പിന്നെ അവരത് നല്ല രീതിക്ക് എൻജോയ് ചെയ്യും. കാരണം അവർക്കറിയാം എനിക്ക് ഏതൊരു വകയിലെ ഇന്റൻഷൻ ഇല്ല. അല്ലാതെ അവരുടെ വേറെ എന്തോ ഓപ്ഷനാണ് ഉള്ളത്. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അവര് ചെയ്തില്ല. രാജ്യത്ത് 500,000 നോട്ട് ബാൻ ചെയ്തപ്പോ അപ്പോൾ താങ്കൾ പാടിക്കൊണ്ടേ ഇങ്ങനെ പറഞ്ഞു, ആരുടെയൊക്കെ നോട്ടാണ്, ആർക്കൊക്കെ എത്രത്തോളം നഷ്ടം ഏർപ്പെട്ടു, ആരാണ് 2000 രൂപ അന്വേഷിക്കുന്നത്? ഇത് നിങ്ങൾ തോണ്ടി എടുത്തല്ലേ? അത് വൈറലായി. അങ്ങനെ വൈറലായി ജനങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡിമോണിറ്റൈസേഷനിൽ അദ്ദേഹം എൻ്റെ അടുത്ത് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, सोनू निगम वा मुझको क्या डर है रे, ATM के ऊपर मेरा तो घर है रे, तू आजा रे. പിന്നെ ഇങ്ങനെയാണ് ഞാൻ പാടിയത്. പിന്നെ കുമാർ സാനു, ഹോ ഹോ ആഹാ സാർ നിങ്ങൾ എന്തേ കാണിക്കുന്നതിനെ വെച്ച് ഞാൻ എന്താ കാണിച്ചോണ്ടിരിക്കുന്നത്? किसी पे 2000 है कि नहीं, बताओ मेरे यार है कि नहीं, जिसने दिखाया मुझको, हाथों से छुआया मुझको, उसको खिलाऊंगा मैं मिष्टी दोही. പക്ഷെ അതിലെല്ലാം വളരെ നന്നായിരുന്നത് കൈലാഷ് കെയർ. ചില്ലറ അന്വേഷിച്ചുകൊണ്ട് നടക്കും. ആ ചില്ലറ തടിക്കൊണ്ടിരുന്നു. छुट्टा छुट्टा ढूंढा मैंने कितना छुट्टा, पर मिल ना पाया. ओ ढूंढा ढूंढा मैंने ढूंढा बूटा बूटा, पर मिल ना पाया. फिर मैं किसी दुकानदार से करवा के लाया 4 नोट हाथों में, फिर भी छुट्टे न थे. मैं कहता रहा उधर के 500 के छुट्टे दे दे, 500 के छुट्टे. 500 के छुट्टे दे दे, कम भी हो तो चल जाए. 2015 രാധേമ വിഷയത്തിൽ കോൺട്രവേഴ്സി വന്നതുപോലെ ഇപ്പോൾ അസാനെതിരെ നടക്കുന്നു. സോ താങ്കൾക്ക് പൊളിറ്റിക്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ടോ? അതിലെന്തെങ്കിലും അവസരം കിട്ടിയാൽ താങ്കൾ വരുമോ? നിങ്ങൾ നല്ല ചോദ്യമാണ് ചോദിച്ചത്. രാധേമ കോൺട്രവേഴ്സിയെ കുറിച്ച്. കാരണം ആ സമയത്തൊക്കെ എന്നെ ഹിന്ദുസൊക്കെ എൻ്റെ പിന്നാലെ വന്നു അടിച്ചു കൊല്ലാൻ. എന്തിനു വേണ്ടിയാണ് അവരിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് താങ്കൾ രാധേമയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു. ഞാൻ പറയുന്നത് അവരെ ദേവിയുടെ അവതാരമാണെന്ന് വേറെ പറഞ്ഞു. ഇല്ലല്ല, അങ്ങനെയൊന്നും ഉറപ്പായിട്ടും അല്ല. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം കേൾക്ക്. രാധേമോഹനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, പഴകിയിട്ടില്ല, ഒന്നുമില്ല. അതാണ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് ഒരാൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, അതൊക്കെ ഞാനിരുന്ന് കേട്ടോണ്ടിരിക്കുക. അവരെക്കുറിച്ച് എന്തൊക്കെയായി പറയുന്നത്? അതെൻ്റെ അനിയത്തിയായിരിക്കാം, നിങ്ങളായിരിക്കാം, ആരെ വേണമെങ്കിലും ആയിരിക്കാം. ഈ റെസ്പെക്ട്ഫുൾ സമൂഹത്തിൽ ആരെങ്കിലും തെറ്റായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ
അത് റിപ്പീറ്റ് ചെയ്യത്തില്ല. വളരെ തെറ്റായ വാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആസ് എ മാൻ, ഒരാണായിട്ടിരിക്കുന്നത് കൊണ്ടും ഒരു മനുഷ്യനായിട്ടിരിക്കുന്നത് കൊണ്ടും ഏതൊരു പെണ്ണിനെ നീ തെറ്റി സംസാരിച്ച ഒരു ആണായിട്ട് അവിടെ നിൽക്കുന്നത് എൻ്റെ കടമയാണ്. പിന്നെ ഞാൻ താങ്കളോടൊരു കാര്യം പറയാം. രാധേമ്മയെ പറ്റി എനിക്കറിയാവുന്ന കാര്യം. പറയേ. ഭാഗ്യം നിങ്ങൾ ഇതുവരെ അവരെ മീറ്റ് ചെയ്തിട്ടില്ല. മീറ്റ് ചെയ്തിരുന്നെങ്കിൽ താങ്കളെ മടിയിലെടുത്ത് വെച്ചില്ല. ഇതിനെക്കുറിച്ച് എന്നോട് ഒരു സിംഗർ പറഞ്ഞതാണ്. നോക്കൂ, ഇതിവരുടെ ഹാബിറ്റാന്നാ പറയണ്ടേ. എന്ത് ചെയ്താലും അവരെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിലെനിക്ക് ഒരു വകയിലെ അവകാശവും ഇല്ല. പിന്നെ അവരെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ പാടില്ല ഞാൻ. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു പെണ്ണിനെ തെറ്റായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവർ ഈ തുണി ഇട്ടേക്കുക, ആ തുണി ഇട്ടേക്കുക എന്നും പറഞ്ഞ് ഒരു ഡ്രസ്സ് കൊണ്ട് ഒരു സ്ത്രീയെ നിങ്ങൾ അപമാനിക്കുവാണെങ്കിൽ എങ്ങനത്തെ ലോകത്താണ് നമ്മൾ ഈ ജീവിക്കുന്നത്? ഒരുപക്ഷെ ആരെങ്കിലും തുണിയെ വെച്ച് നമ്മൾ സംസാരിക്കുവാണെങ്കിൽ, എന്താ പറയണ്ട, പ്രൂവ് ആവുകയാണെങ്കിൽ, ഒരു പെണ്ണ് ഫുള്ള് കവറാവുന്ന രീതിക്ക് ഡ്രസ്സ് ഇട്ടിരിക്കുവാണെങ്കിൽ അവൾ മാലാഹയാണ്, പിന്നെ അവൾ ശരിക്കും ഉടുപ്പിട്ടില്ലെങ്കിൽ അവൾ മാലാഹയല്ല. ഇതൊക്കെ എന്താണ്? നിങ്ങളെക്കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ലോകത്തിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. അതിനുശേഷം ഞാൻ ഇത് വളരെ പ്രൗഡായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നമ്മൾ എങ്ങനത്തെ കൾച്ചറിലുള്ള ആൾക്കാരാന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ സ്വപ്നത്തിലൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുക, കംപ്ലീറ്റ് പൂജിക്കുവാണ്. ഇതിലും നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണുള്ളത്. അതിലും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു നമ്മുടെ നാടിനെ, നമ്മുടെ കൾച്ചറിനെ. ഞാൻ ഒരു വിധത്തിൽ അത് താഴ്ത്തി സംസാരിച്ചിട്ടേ ഇല്ല. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇത്ര സ്ട്രോങ് ഫോഴ്സസ് ഉണ്ട് ഇവിടെ. ഈ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുന്നതിന് പകരമാണ്, അതേ മോനെ നീ പറഞ്ഞ കറക്റ്റാണ്, നമ്മൾ നല്ലപോലെ ഡെവലപ്പായി, നമ്മൾ എന്തിനാ ഒരു ഷോർട്ടായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ ഉണ്ടാവേണ്ടത്? നമ്മൾ എന്തോരം വലിയൊരു കൾച്ചറിലുള്ള ഒരു മനുഷ്യരാണ്. ഞാൻ പറഞ്ഞതിനുള്ള അർത്ഥം ഇതാണ് സാർ, വേറെ ഒന്നുമല്ല. ജനങ്ങൾ മനസ്സിലാക്കാത്തവരെ താങ്കൾ എന്തിനാണ് ഈ കാര്യത്തിൽ തള്ളിയിടുന്നത്? അല്ലല്ല, അങ്ങനെയല്ല സാർ. ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധി ഒരിക്കലും ഗാന്ധി ആയിരിക്കില്ല, ഇല്ല ബുദ്ധനായിരിക്കില്ല, മഹാവീർ ആയിരിക്കില്ല. എനിക്കറിഞ്ഞ ഓരോ മനുഷ്യനും അവൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ബെസ്റ്റ് നൽകിയേ പറ്റൂ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഇതാവും അതാവും എന്നും പറഞ്ഞ്. പക്ഷെ എനിക്ക് ഫുൾ റൈറ്റ്സ് ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. പിന്നെ എനിക്ക് കടമയുണ്ട്. ഏതെനിക്ക് തെറ്റായിട്ട് തോന്നുന്നോ അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കി എടുക്കും സാർ. പിന്നെ ഈ സൊസൈറ്റിയുടെ കൺമുമ്പിൽ ഞാനത് കൊണ്ടുവന്നേ തീരത്തുള്ളൂ സാർ, ഉറപ്പാണ്. ഞാനൊട്ടും വഴക്കിട്ടില്ല, ഞാൻ ദേഷ്യപ്പെടുന്നവനും അല്ല, ഞാനൊരു മോശമായ മനുഷ്യനല്ലേ എന്നും പറഞ്ഞ് നിന്നെ കൊല്ലും ഞാൻ അതൊന്നും പറഞ്ഞ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം പറയും. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നല്ല രീതിക്ക് ഏറ്റെടുത്തേനെ, പിന്നെ നിങ്ങളത് നല്ല രീതിക്ക് കൊണ്ടും പോയേനെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ബുദ്ധിയില്ല, ഇത് നിങ്ങൾ വളരെ ചെറിയ മനസ്സിലാണ് കാണണമെന്ന് വിചാരിച്ചാൽ, അപ്പോൾ അതിൻ്റെ കുറ്റവാളി നിങ്ങളാണ്, അതിന് ഞാനൊന്നും കാരണമല്ല. അഗ്നിപത് പാട്ടൊന്ന് പാടാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ ഒരു വട്ടം അഗ്നിപത്തിന്റെ പാട്ട് പാടി मुझ में कहीं बाकी थोड़ी सी है जिंदगी, जगी धड़कन नहीं, जाना जिंदा हूँ मैं तो अभी, कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहाँ था मेरा, अब है सामने, इसे छू लूं जरा, मर जाऊं या जी लूं जरा, खुशियाँ चूम लूं या रो लूं जरा, मर जाऊं या जी लूं जरा.